ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ്. ഇപ്പം ഞാനുള്ളത് നമ്മുടെ ആലപ്പുഴ റീച്ചിലാട്ടോ. തുറവൂർ മുതൽ പറവൂർ വരെ ഉള്ള റീച്ചിലാണ്. പക്ഷേ അതിലാണ് നമ്മളെ ആലപ്പുഴ ബൈപ്പാസൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഉള്ളത് ഒരു അണ്ടർപാസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട്, തൃശ്ശൂർ ജില്ലയിലൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അണ്ടർപാസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചത്. പിന്നെ അതുപോലെ തന്നെ അവിടെ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ അണ്ടർപാസിൻ്റെ ഉൾഭാഗത്ത് നടപ്പാതകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ സൈഡിൽ മലപ്പുറത്തൊക്കെ വെച്ചിരിക്കുന്നത് സ്റ്റീലാണ്. പക്ഷേ ആലപ്പുഴ വന്നപ്പം അത് ഫുള്ള് റേഞ്ച് മാറി കുറച്ച് റിച്ച് ആയിട്ടുണ്ട്. ഒരു അണ്ടർപാസിൽ മാത്രമല്ല കേട്ടോ, എല്ലാ അണ്ടർപാസിലും ഇതുപോലെ തന്നെയാണ്. നോക്കിയേ, ഇത് അത്യാവശ്യം നല്ല റിച്ച് അല്ലേ? കൈവരികൾ നോക്കിയാൽ നിങ്ങൾ. നടപ്പാതയ്ക്ക് ഫുള്ളായിട്ട് കോൺക്രീറ്റ് കൊണ്ട് കാസ്റ്റ് ചെയ്ത സംഭവം കേട്ടോ. ഇതൊക്കെ സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജസ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ സൈഡിലാണ് നമ്മൾ ഇതുപോലെ നിർമ്മാണം കണ്ടിരിക്കുന്നത്. പക്ഷേ ആലപ്പുഴ റീച്ചിൽ അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച കൈവരികളാണ് ഇത് കേട്ടോ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഇതെങ്ങനെയാണ്? സ്ട്രോങ് ആണോ അതോ ഇതാണ് സ്റ്റൈല്? എങ്ങനെയാണ് സംഭവം? ഇത് കാസ്റ്റ് ചെയ്തതാണ്, എന്നിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോരുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള എന്താ പറയുക, നടപ്പാതയുടെ സൈഡിലുള്ള കൈവരികൾ നിങ്ങൾ വേറെ ഏതെങ്കിലും റീച്ചിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എങ്ങനെ വ്യത്യസ്തമായ ഒരു കൈവരിയല്ലേ? അപ്പോൾ നമ്മളെ മലപ്പുറത്തൊക്കെ ഫുള്ള് സ്റ്റീലാണ്. കോഴിക്കോട് പണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തൃശ്ശൂരൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്നും അണ്ടർപാസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ നടപ്പാതയുടെ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലെ നിർമ്മാണം മറ്റുള്ളവർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബായ്.